അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലത്തെ വൈകുന്നേരത്തെ വീഡിയോയും ഇന്നത്തെ വിശേഷങ്ങളുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് റിൻഷിമോൾ വരുമ്പോൾ ഒരു സർപ്രൈസ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വാങ്ങുന്നുള്ളത് അവൾക്ക് അറിയില്ല, അവൾക്കും അറിയില്ല, ഉമ്മക്കും അറിയില്ല കേട്ടോ. അപ്പോൾ ഉമ്മ വല്യമ്മാൻ്റെ അടുക്ക് പോയിക്കാണ്. റിൻഷിമോൾ സ്കൂൾ വിട്ട് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ റിയാസ്ക്ക് സ്കൂൾ ട്രിപ്പ് എടുക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും റിൻഷിമോൾക്കൊരു സർപ്രൈസായിട്ട് നമുക്കിത് കാണിച്ചു കൊടുക്കാം. അപ്പോൾ അവൾക്ക് അറിയില്ല കേട്ടോ, അങ്ങനെ ഒരു സംഭവം ഞാൻ ഇന്ന് മേടിക്കുന്നുള്ളത് അറിയില്ല. സൂചനയും ഞാൻ കൊടുത്തിട്ടില്ല, പെട്ടെന്നായിരുന്നു കേട്ടോ, എല്ലാം പെട്ടെന്നാണ് കേട്ടോ ഞാൻ മേടിച്ചത്. ഉമ്മാക്ക് തീരെ അറിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അവർക്കൊരു സർപ്രൈസ് കൊടുക്കാം കേട്ടോ. അപ്പോൾ രണ്ടാളും വന്നിട്ടില്ല, അപ്പം ഉമ്മയും റിൻഷിമോളും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അവർ വരുമ്പോൾ അവരുടെ റിൻഷിമോളുടെ ഉമ്മാൻ്റെ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ അവരോട് ഒരു സൂചന പോലും കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഉച്ചക്ക് പോയിട്ട് വാങ്ങി കൊണ്ടുവന്ന് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഇപ്പോൾ ഇവിടെ ഇട്ടിട്ടുണ്ട്, ഇനി അത് എവിടേക്ക് ഇടണം എന്നറിയില്ല. അപ്പോൾ അവൾക്ക് ഇവിടെ ഇരുന്നാകുമ്പോൾ കട്ടിലിൻ്റെ അവിടെ ഇരുന്നിട്ട് അപ്പുറത്ത് ബുക്കൊക്കെ വെച്ച് പഠിക്കുകയും ചെയ്യാമല്ലോ. അപ്പം അങ്ങനെയുള്ളൊരു ഇതിലാണ് ഞാൻ വാങ്ങിച്ചത്. അവൾക്ക് ആകെ മെയിനായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാട്ടോ വാങ്ങിച്ചത്. അവൾക്ക് അവിടെ ഇവിടെയും ബുക്കൊന്നും വെക്കാൻ പറ്റില്ല, എലി വന്ന് കടിക്കുക, തുണികളും ഒക്കെ എലി കടിച്ചിട്ട് പോകുക കേട്ടോ. അപ്പം ബാഗൊക്കെ എലി ഇങ്ങനെ വന്ന് നെറുക്കുകയാണ്. അപ്പോൾ എവിടെയും ബുക്കൊന്നും വെക്കാൻ പറ്റണില്ല അവൾക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇതൊന്ന് മേടിച്ചത്. എത്രയും നമുക്ക് ചിലവായി പോകും അല്ലേ. അപ്പോൾ ഞാൻ പാത്തുക്കുട്ടിക്ക് പെൻഷൻ വന്നപ്പോൾ അന്ന് വാങ്ങിച്ചാൽ കേട്ടോ. നമ്മൾ കറണ്ട് ബില്ലൊക്കെ വന്നിട്ടുണ്ട് കെട്ടാൻ, എന്നാലും അത് പിന്നെ കെട്ടാൻ സമയമുണ്ടല്ലോ. അപ്പോൾ ഇത് ഒരു സർപ്രൈസായിട്ട് നമുക്ക് അവൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് റിൻഷിമോൾക്കും. അപ്പോൾ അവൾ വന്നാളുടെ എന്താണ് ഇംപ്രഷൻ നോക്കാം. ഉമ്മി വരട്ടെ, രണ്ടാളും വന്നിട്ടില്ല കേട്ടോ. നമുക്കവർ വന്നിട്ട് എനിക്കൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. അപ്പോൾ റിൻഷിക്ക് ഞാൻ ഒരു സർപ്രൈസ് കൊടുക്കാൻ പോകാണ് കേട്ടോ. എന്താണ് എന്തായിരിക്കും? പറഞ്ഞില്ല, സർപ്രൈസ് ആയിക്കോട്ടെ വിചാരിച്ചു. ആ, ചെയറിൻ്റെ ആവശ്യമില്ല, കട്ടിലിൻ്റെ അവിടെ ഇരുന്നിട്ട് അല്ലേ. എവിടെ ഇടണ്ടേ? ഇവിടെ ആകുമ്പോൾ എനിക്ക് എഴുതാമല്ലോ ലൈറ്റത്ത്. കട്ടിലിൻ്റെ ഇവിടെ ഇങ്ങനെ ഇരിക്കുക, ചെയറിൻ്റെ ആവശ്യമില്ല അല്ലേ. പിന്നെ ഇരുന്ന് എഴുതാം. കുറച്ച് അങ്ങനെ നീക്കുക. ആ, ചോറൊക്കെ ഇരുന്ന് കഴിക്കുക, അതിനൊക്കെ തന്നെ. റൈസ് ഇപ്പം അതിൻ്റെ മേലെ കയറിയിരിക്കുന്നു. പൊട്ടൊന്നുമില്ല. ഒരാൾ നിനക്ക് താങ്ങാനുള്ള ബലമൊക്കെ ഉണ്ട്. കടക്കണ നോക്കി. ആ, രാത്രി പിന്നെ ഇതിൽ കടത്തിയല്ലെന്ന് രാത്രി പൊത്തുന്നു താഴെ. അമ്മമ്മക്ക് വന്നു കേട്ടോ നേരത്തെ. അമ്മമ്മ ഇത് കണ്ടിട്ട് പെട്ടെന്ന് എപ്പോഴാ മേടിച്ച് ഒരു സൂചന പോലും തന്നില്ല. അപ്പൊ പഠിക്കാനായില്ലേ റിൻഷിയെ സന്തോഷമായാ? അപ്പോൾ ഞങ്ങൾ ടേബിൾ ഇവിടെ സെറ്റാക്കിയിട്ട് അപ്പോൾ അവളുടെ ബുക്കും കാര്യങ്ങളൊക്കെ വെക്കും ചെയ്യുക. പിന്നെ സോഫനെ നമ്മൾ ഇങ്ങോട്ട് നീക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റഹീസ് കുട്ടിയിലൊരു ഷോളൊക്കെ വിരിച്ച് നല്ല ഭംഗിയാക്കി ഇട്ടിട്ടുണ്ട്. ഇത് സോഫയല്ല, നമ്മുടെ കാറിൻ്റെ സീറ്റാണ് കേട്ടോ. ഓട്ടോയിൽ ഇടാൻ വേണ്ടി മേടിച്ചതാണ്. വിലയൊക്കെ ആയി. ഞാൻ 500 കിട്ടും വേണ്ടി പോയത്. 500 കിട്ടും, 500 ആകാൻ വേണ്ടി പോയതാണ്. 900 ഉറുപ്പ്യായി ഇതിന്. 900 ഇതിന് 900 മേശക്ക്. പിന്നെ ഇതിൽ വിരിക്കുന്ന ഷീറ്റിന് 250. 250 പറഞ്ഞു. ആ, 280. 50 തന്നു. 30 ഉറുപ്പ്യ എന്താ കമ്മിയാക്കി. ആ, ഇവള് അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് നിരങ്ങല്ലേ പറഞ്ഞിട്ട് ഞാൻ സെറ്റാക്കി കൊടുത്താണ്. അപ്പോൾ റിൻഷി ഇവിടെ ഇവരൊക്കെ കുറച്ചും കൂടി വലുതായിട്ട് വേണം, അല്ലെങ്കിൽ ഒക്കെ എടുത്ത് എറിയും. അപ്പോൾ ഇവിടെ അങ്ങനെ നീറ്റാക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ചോറ് കഴിച്ചു നിങ്ങൾ? അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഇനി ചോറൊക്കെ വെച്ച് കിടക്കാൻ പോകും കേട്ടോ. അപ്പോൾ റിയാസ്ക്ക് ഇത് അവിടെ അങ്ങനെ ഫോണൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്. ഇനി ബെഡൊക്കെ ഇട്ടിട്ട് കിടക്കാൻ പോവുകയാണ് ഞങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് രാവിലെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറയും. ഗുഡ് നൈറ്റ്. ഇപ്പം അതാ പുറത്ത് നിന്ന് വീഡിയോ വലിക്കുക, അതാ നിൽക്കണം. പപ്പാക്ക് കിടക്കാനായില്ല, മരുന്നും ഗുളികയൊക്കെ കഴിച്ചു. നിങ്ങളെന്താ കപ്പും കൊണ്ട് നിൽക്കണം? ചോറ് കഴിച്ചാ? അപ്പം എന്നാൽ ഗുഡ് നൈറ്റ്, രാവിലെ കാണാം അല്ലേ.
അങ്ങനെ മക്കളെ നേരമൊക്കെ വെളുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ 6 മണിയായി. അപ്പോൾ 6 മണിൻ്റെ വെളിച്ചമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനങ്ങനെ നമ്മുടെ നിസ്കാരം വെള്ളിയാഴ്ചയല്ലേ, അപ്പോൾ ഇന്ന് കുറച്ച് നേരം കൊണ്ട് കുറച്ച് നേരം ഓതാൻ പറ്റി കേട്ടോ. അപ്പോൾ അങ്ങനെ ഖുർആൻ ഓതലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ റിൻഷി മോൾക്ക് പോകണ്ടേ സ്കൂളിലൊക്കെ, അപ്പോൾ അതിന് വേണ്ടിയുള്ള കലാപരിപാടിയിലാട്ടോ. രാവിലെ പാലൊക്കെ കാച്ചി വെച്ചിട്ടുണ്ട്, ചായ വെച്ചിട്ടുണ്ട്, കുടിക്കാൻ സമയം കിട്ടിയില്ല കേട്ടോ, കുടിക്കണം. പിന്നെ അതിന് മുമ്പ് നമ്മുടെ തൈറോയിഡിൻ്റെ ഗുളികയൊക്കെ കഴിക്കണം. അപ്പോൾ ഞാൻ ചടപടാന്ന് പരിപ്പൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഒരടുപ്പിൽ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ അരക്കാൻ പോകുക കേട്ടോ. അപ്പം അമ്മനോടൊന്ന് തേങ്ങ ചിരണ്ടി തരാൻ പറഞ്ഞതാണ് ഞാൻ. പിന്നെ ഉള്ളതുകൊണ്ട് നമുക്കിന്ന് ഒരു സഹായം ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വള്ളവില്ലൊക്കെ വന്നിട്ടുണ്ട്. പ്രിൻസിമോൾ വള്ളവില്ലും കൊണ്ട് വന്നതാണ് കേട്ടോ. പിന്നെ ഞാനിതാ അടുപ്പിൽ സാമ്പാർ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ കറണ്ട് ബില്ലും വള്ളവില്ലൊക്കെ കണ്ടിങ്ങനെ ഷോക്കായിട്ട് നിൽക്കുക കേട്ടോ. പിന്നെ നമ്മുടെ അതൊക്കെ അവളുടെ കൊടുത്തിട്ട് പിന്നെ ഞാൻ വേഗം സാമ്പാർ വെക്കാൻ നിന്നു. അപ്പോൾ നമ്മളെപ്പോഴും വെക്കണ പോലെ വെണ്ടിക്കും ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ കുറേ റെസിപ്പി കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ പിന്നെ കാണിക്കാണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സാമ്പാറിൽ കത്തിരിക്കയും ഉരുളക്കിഴങ്ങും സ്റ്റാർട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരിനെ പോലെ ഇവള് ഫുഡ് കൊണ്ടുപോകണം, നമുക്ക് കായകറികളൊന്നും അങ്ങനെ കഴിക്കൂല. നമ്മുടെ ഇവിടെ എന്താ വെക്കണ ചോറും ഒരു കറിയും അതിലേക്കുള്ള കൂട്ടാനോ അച്ചാറോ ഉരുളക്കിഴങ്ങ് വറുത്തതോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് കേട്ടോ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് വറുക്കാമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ സമയം ഉണ്ടായിരുന്നില്ല. കറി വെക്കുമ്പോഴത്തേന് നേരമായിട്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ പുട്ട് ചൂടാൻ നിന്നു. നമുക്ക് രാവിലെ ചായക്ക് കടി പുട്ടായിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ അമ്മ അവിടെ ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പോയി കുടിക്കണം. ഫ്രണ്ട്സ് മോളൊക്കെ റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുട്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കണത്. അപ്പോൾ ആദ്യത്തെ ഒരു പുട്ട് വേവിച്ചെടുത്തിട്ട് നമ്മൾ റഹീസ് കുട്ടിക്കും ഫ്രണ്ട്സ് മോൾക്കൊക്കെ കൊടുത്തു. ബാക്കിയുള്ളതും കൂടി ഒന്ന് ചുട്ടെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരടുപ്പിൽ പരിപ്പ് ഒരടുപ്പിൽ ഇതുമല്ലായിരുന്നു. പിന്നെ ഞാൻ ചോറ് അടുപ്പിൽ കേട്ടോ വെച്ചത്. പിന്നെ നമ്മൾ സാമ്പാറിൽ തേങ്ങ മാത്രം ഇനി കൂട്ടണം, പരിപ്പ് ഒന്ന് കൊട്ടി കൊടുക്കണം. കായറി ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കത്തിരിക്കായതുകൊണ്ട് പിന്നെ ഞാൻ ചട്ടിയിലാണ് വേവിച്ചത്. പിന്നെ അത് നോക്കുമ്പോൾ കൈയൊക്കെ പൊള്ളി കേട്ടോ. ഇനി നമ്മൾ പരിപ്പ് കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ കൂട്ടി കൊടുക്കണം കേട്ടോ, അതും കൂട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യമേ താളിച്ച് വെച്ചാൽ ഇനി നമുക്ക് താളിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നേരത്തെ ഞാൻ സാമ്പാർ പൊടി വെണ്ടിക്കയൊക്കെ ഇട്ടിട്ട് ഞാൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ പുട്ടിലേക്ക് കുറച്ചും കൂടി തേങ്ങ വേണം പറഞ്ഞപ്പോൾ അമ്മ തേങ്ങ പൊട്ടിച്ചപ്പോൾ വെള്ളം മേടിച്ച് കുടിച്ചാണ് കേട്ടോ ഞാൻ. പിന്നെ അമ്മ തേങ്ങ ചിരണ്ടുകയാണ്. അപ്പം ഉള്ളതുകൊണ്ട് ഒരു ഹെൽപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ രാവിലെ ചോറും അങ്ങനെ കറിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെയാണ് കേട്ടോ കഴിക്കൽ. പക്ഷെ ഇപ്പോഴുള്ളതുകൊണ്ട് ഇപ്പാക്ക് എന്തായാലും രാവിലെ എന്തെങ്കിലും കിട്ടണം കേട്ടോ, നാശ്ത എന്തെങ്കിലും കിട്ടണം. അതുകൊണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അമ്മ മണ്ണാർക്കാട് നിന്ന് വരുമ്പോൾ തേങ്ങയൊക്കെ കൊണ്ടുണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ എന്തായാലും ഞാൻ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ റിജിക്കുട്ടിക്കും പുട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ എനിക്ക് പുട്ട് വേണമെന്ന്. അപ്പം പുട്ട് എല്ലാവർക്കും ഇവിടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്നാൽ അതുതന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ റിൻഷിമോൾ ചോറൊക്കെ ആക്കുക കേട്ടോ. അപ്പോൾ ചോറും സാമ്പാറും അച്ചാറുമാണ് കേട്ടോ അവളിന്ന് കൊണ്ടുപോയത്. ഉരുളക്കിഴങ്ങ് വറുക്കാൻ സമയമില്ല കേട്ടോ, അല്ലെങ്കിൽ ഞാൻ വറുത്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഓതായിരുന്ന കാരണം സമയം വൈകിപ്പോയി, അല്ലെങ്കിൽ ഞാനിപ്പോൾ അവൾക്ക് അതും വറുത്ത് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ബാക്കിയുള്ള ഇനി പുട്ടൊക്കെ ഒന്ന് ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ എനിക്കും ഉപ്പാക്കും കഴിക്കാനുള്ളത്. അങ്ങനെ പുട്ടൊക്കെ നമ്മുടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് കുറച്ച് നേരം വൈകിട്ട് ഞാൻ ഇരുന്നപ്പോൾ അങ്ങനെ ഇരുന്നു. പിന്നെ പുട്ട് ഇനിപ്പാക്ക് കൊടുക്കണം. പിന്നെ പാത്തോട്ടിക്ക് പിന്നെ ബ്രെഡാട്ടോ ഞാൻ കൊടുത്തത്. അവൾക്ക് പുട്ട് രാവിലെ തന്നെ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പാലും ബ്രെഡും കേട്ടോ കൊടുത്തത്. പിന്നെ അവളെ റെഡിയാക്കി കുട്ടിനെ റെഡിയാക്കി കൊടുത്തു. അപ്പോൾ 3 ആളിനെ ഇന്ന് കുളിപ്പിച്ച് സുന്ദരിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ റഹീസിനെയും റെജിവാനെയും ബാത്തുവിനൊക്കെ ഒന്ന് ചൂടുവെള്ളം വെച്ചിന്ന് കുളിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ ഇന്നും 2 ദിവസം അടുപ്പിച്ചൊന്ന് കുളിപ്പിച്ചു കേട്ടോ. നമ്മുടെ ബാത്തുവിനെ തണുപ്പാണ്, അവൾക്കധികം തണുപ്പ് ചേരൂല, എന്നാലും ചൂടുവെള്ളം വെച്ച് കുളിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഡെയിലി ആൾ അങ്ങനെ മൂത്രമൊക്കെ ഒഴിക്കണതുകൊണ്ട് കുളിപ്പിച്ചില്ലെങ്കിൽ മേലെയെങ്കിലും കഴുകി കൊടുക്കും കേട്ടോ. ഞാൻ ഒന്നരാടം തല നനക്കുള്ളൂ, ഡെയിലി മേലേക്ക് കൊടുക്കും. പിന്നെ പല്ലൊക്കെ നമ്മൾ പൽപ്പൊടി ഇട്ടിട്ട് നല്ല തേച്ച് കഴുകി കൊടുക്കും കേട്ടോ. പിന്നെ നമുക്കിവിടെ അതിന് മാത്രം സൗകര്യക്കുറവുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് മൊത്തത്തിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റാത്തത് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഒക്കെ എടുക്കാൻ ഞാൻ. പിന്നെ നമ്മൾ നിസ്കാരം കാര്യമൊന്നും പിന്നെ നമ്മൾ അധികം വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. എന്താ പറഞ്ഞാൽ അതൊക്കെ നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഇതല്ലേ പറഞ്ഞിട്ടാണ് കേട്ടോ.
പിന്നെ ഇതാ ഇപ്പോൾ ചായ കുടിക്കുകയാണ്. ഇനി ഞാൻ അവരിനൊക്കെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ. റിയാസ്ക വന്നത് ഇനി ഞാൻ കുട്ടികളെയും കൊണ്ട് പോകും കൊണ്ടാക്കാൻ. രജിക്കുട്ടീനെ അങ്കലവാടിയിലും ഫാത്തുവിനെ അവിടെ ചൈതന്യയിലും കൊണ്ടുവിടും കേട്ടോ. പിന്നെ അത് പോണ സമയത്ത് നമുക്കൊരു വാടകയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് പാല് കൊണ്ടുവരുന്ന ചേച്ചീൻ്റെ ഒരു വാടക ഉണ്ടായിരുന്നു. അപ്പോൾ അവരും കല്ലേക്കാട് ആ വഴിക്കാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ അവരിനെയും കയറ്റി. പിന്നെ നമുക്ക് പെൻഷനൊക്കെ കിട്ടണമെങ്കിൽ ആധാർ കാർഡ് ഒന്നും കൂടി പുതുക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അവർ പോണത്. പിന്നെ നമുക്ക് പാത്തോട്ടിക്കും പുതുക്കിയിട്ടില്ല. ഇനി പെൻഷൻ കിട്ടണമെങ്കിൽ അവൾക്കും പുതുക്കുക തന്നെ വേണം കേട്ടോ. പിന്നെ ഇതാ റിയാസ്ക ടേബിളിലിരുന്ന് കഴിക്കുകയാണ്. പിന്നെ ഞങ്ങൾ സ്കൂൾ ട്രിപ്പൊക്കെ വിട്ട് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ റിയാസ്ക സോഫയിൽ തന്നെ ഇരുന്ന് കഴിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പിന്നെ എന്തിനാ ടേബിൾ മേടിച്ച് ഇതിലിരിക്കും പറഞ്ഞിട്ട് അതിലിരുന്ന് കഴിക്കുകയായിരുന്നു കേട്ടോ. റിയാസ്കൊക്കെ ഇതൊന്നും സെറ്റാവില്ല കേട്ടോ. റിയാസ്ക എപ്പോഴും താഴത്തോ അല്ലെങ്കിൽ സോഫയിലേക്ക് തന്നെ ഇരിക്കുകയുള്ളൂ. പിന്നെ ഞങ്ങൾ വന്ന ശേഷം ഒരേ മഴയായിരുന്നു. നല്ല മഴ കേട്ടോ. നല്ല മഴ പറഞ്ഞാൽ കുറച്ച് ചാറുണ്ടായിരുന്നു. അപ്പം നമ്മുടെ കൂട്ടുകാരെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കുകയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അസ്സലാമു അലൈക്കും. താങ്ക് യു.